ഫ്ലിന്റ് മാക്സിലേക്ക് എവർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പിൻ്റെ അലയൊലികൾ വലിയ രീതിയിലല്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ ഉയർന്നു തുടങ്ങിയ സാഹചര്യത്തിൽ പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ക്ലെയിം ചെയ്യണം എന്നൊരു വാദവും ക്ലെയിം ചെയ്യേണ്ടതില്ല എന്നൊരു മറ്റൊരു വാദവും ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനം പോലും കിട്ടാവുന്ന തരത്തിൽ ഒരു മേൽക്കൈ അവർക്ക് ഉണ്ടായിക്കൂടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ, UDF അധികാരത്തിൽ വരണമെങ്കിൽ ലീഗ് മത്സരിക്കുന്ന സീറ്റിൽ മുഴുവൻ ജയിച്ചാൽ പോലും അവർക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വാദത്തിന് പ്രസക്തിയില്ല. പക്ഷേ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് എന്തായാലും ഒരു പ്രസക്തിയുണ്ട്. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഞങ്ങളത് ക്ലെയിം ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷേ അത് മറ്റൊരു കാര്യം. ഇലക്ഷന് മുമ്പ് ക്ലെയിം ചെയ്യില്ല എന്ന് പറയുന്ന കാര്യമൊന്നും ഇലക്ഷന് ശേഷം നേടുന്ന സീറ്റുകളുടെ എണ്ണവും മറ്റുമൊക്കെ നോക്കുമ്പം അങ്ങനെ പറയാൻ പറ്റില്ല. അതെന്തായാലും അത് വരുമ്പോൾ നമുക്ക് കാണാം. പക്ഷേ ഇപ്പോൾ ഇത് സംബന്ധിച്ച ഒരു ചർച്ച ഞങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ട് ഒരു മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് കേരളത്തിൽ മുഖ്യമന്ത്രി ആയിക്കൂടാ, എന്തുകൊണ്ട് ഉപമുഖ്യമന്ത്രി ആയിക്കൂടാ എന്നുള്ളൊരു ചർച്ച എന്തിനു ഉയർന്നു വരണം? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ച ഉയർന്നു വരുന്നത്? അതാണ് വളരെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പോലും ഇസ്ലാമോഫോബിയ നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത അപ്പുറത്തേക്ക് സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നതിന് തെളിവ് കൂടിയാണ്. നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒന്ന്, മുസ്ലിം സമൂഹം, കേരള ജനസംഖ്യയിൽ ഏതാണ്ട് 27% വരുന്ന മുസ്ലിം സമൂഹം എങ്ങനെയാണ് കേരളീയതയിലേക്ക് ഇഴുകിച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം. സമസ്ത മേഖലകളിലും അവരുടെ ഇടപെടലുകൾ കേരളത്തിൻ്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ്. അന്ന് മാത്രമല്ല, ആ വിഭാഗം രാഷ്ട്രീയമായി തന്നെ എടുത്താൽ നോക്കൂ, രാജ്യത്തിനാകെ മാതൃകയാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അവരുടെ രാഷ്ട്രീയമായ ഇച്ഛാശക്തി പ്രകടിപ്പിക്കുന്നത് രാഷ്ട്രീയ ഫോമാറ്റുകളിലേക്ക് വരുമ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന കേവലം ഒരു മുസ്ലിം സമൂഹത്തിന് മാത്രം സംഘടനകളെന്ന് നമുക്കറിയാം. എന്ന് മാത്രമല്ല, അവർ കേരളത്തിൻ്റെ പൊതുകാര്യങ്ങളിൽ എടുത്തിട്ടുള്ള താല്പര്യങ്ങൾ, ഇപ്പം തുഞ്ചൻ പറമ്പിൻ്റെ പുരോഗതിക്ക് വേണ്ടി അവർ നൽകിയ സംഭാവന, അപ്പം മൊത്തത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു സെക്കുലർ മനോഭാവത്തെ തന്നെ ഏകദേശം അതുപോലെ സംശയിച്ചിട്ടുള്ളവരാണ് മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. കോൺഗ്രസിൻ്റെ കേരളത്തിൻ്റെ, ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ നട്ടല് എന്ന് പറയുന്നത് കോൺഗ്രസ് അണികളല്ല, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ്. കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് എടുത്താൽ എറണാകുളം വരെയുള്ള ജില്ല എടുത്താൽ ഏതാണ്ട് ഒരു 80ഓളം അസംബ്ലി മണ്ഡലങ്ങളിൽ കോൺഗ്രസിനോളം കരുത്തുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കേരളത്തിലെ UDFനെ അധികാരത്തിലെത്തിക്കാൻ അതിനിർണായക പങ്ക് വയ്ക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം പോട്ടെ, വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ അവർക്ക് വരാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾക്ക് യോഗ്യതയുണ്ടെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അനാരോഗ്യകരമായ ചർച്ചകൾ ഉയർന്നു വരുന്നത്? നേരത്തെ തന്നെ നമുക്കറിയാവുന്ന CH മുഹമ്മദ് കോയ വളരെ ആദരണീയനായ, കേരളം കണ്ട ഏറ്റവും ആദരണീയരായ ലീഗ് നേതാക്കളിൽ ഒരാളായിരുന്നു. ലീഗ് നേതാവ് എന്ന് ചുരുക്കിക്കെട്ടുന്നത് പോലും ശരിയല്ല എന്ന് തോന്നുന്ന തരത്തിൽ അദ്ദേഹം ഒരു മതേതര സ്വഭാവം വെച്ച് പുലർത്തുകയും എല്ലാ തരത്തിലുള്ള ജനസാമാന്യത്തോടും ഇഴുകിച്ചേരുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ നിലയ്ക്ക് അദ്ദേഹം 56 ദിവസം ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നു. പിന്നെ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി. മറ്റൊരാൾ ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്, ഔക്കാദർ കുട്ടി നഹ എന്ന് പറയുന്ന അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിരുന്നു. ആ ഒരു പാരമ്പര്യമൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഇത് കേളികൊട്ട് ഉയർന്ന സാഹചര്യത്തിൽ ചില നേതാക്കൾ പറയുന്നു ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്ന് രണ്ട് വിരുദ്ധ ശക്തികളുടെ നേതാക്കൾ പറയുന്നത് അവർക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്തിനാണ് കൊടുക്കുന്നത്? ഉപമുഖ്യമന്ത്രി പോലും ആക്കാൻ പാടില്ല ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ചിന്താഗതിയുണ്ടല്ലോ. ആ ചിന്താഗതി വളർന്നു വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു. അതെ, ദേശീയമായി ഇങ്ങനെ വലിയൊരു പ്രതിസന്ധി രാഷ്ട്രീയം അനുഭവിക്കുന്നുണ്ട്. BJPയുടെ പാർലമെന്റ് അംഗങ്ങളിൽ ഒരാൾ പോലും മുസ്ലിമായി മാറാൻ പാടില്ല എന്നൊരു കാർക്കശ്യം BJP പറയുകയും നടപ്പാക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ മുസ്ലിം സമൂഹം നടത്തിയിട്ടുള്ള വലിയ സംഭാവനകളെ മാനിക്കുമ്പോൾ നമ്മുടെ സംശയം എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഒരു മുസ്ലിം, ഞാനത് ബോധപൂർവമായി ഒരു മുസ്ലിം എന്നൊരാളെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളതല്ല, പക്ഷേ രാഷ്ട്രീയമായി എന്തുകൊണ്ടാണ് അത്തരം സ്ഥാനങ്ങളിലേക്ക് ഈ ആളുകൾ വരാത്തതെന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഇനിയും കർണാടക എടുത്താൽ, പോണ്ടിച്ചേരി എടുത്താൽ അവിടെയൊക്കെ മുസ്ലിങ്ങളുടെ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ എന്താണ് ഭൂരിപക്ഷ സമുദായം അല്ലല്ലോ അവിടെ. പക്ഷെ ഏറാന്തുലെ ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്നു. അതേപോലെ പോണ്ടിച്ചേരിയിൽ ഈ പറഞ്ഞ പോലെ. അപ്പം രാഷ്ട്രീയമാണ് അവിടെ, എന്താണ് തനി രാഷ്ട്രീയം. എനിക്ക് തോന്നുന്നു പിൽക്കാലത്ത് ഈ രാഷ്ട്രീയം എന്നത് പോയിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ തന്നെയും ഒരു സാമുദായികമായ വീതം വയ്ക്കലുകൾ,
സാമുദായികമായി മന്ത്രിസ്ഥാനം വീതം വയ്ക്കൽ, സ്ഥാനാർത്ഥിത്വം വീതം വയ്ക്കൽ, ഈ വീതം വയ്ക്കലുകൾ വന്നപ്പോൾ ഉണ്ടായ ഒരു കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എന്തെങ്കിലും അവകാശത്തിനെതിരെയുള്ള ഒരു പ്രശ്നമായിട്ടല്ല നമ്മളതിനെ കാണുന്നത്. സമൂഹത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ബോധപൂർവമായി ദേശീയ തലത്തിൽ നടക്കുന്ന ഒരു ഗൂഢാലോചന മറ്റു തലത്തിൽ കേരളത്തിലും എത്തിയിട്ടുണ്ട് എന്ന് ഭയപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേരളീയ പൊതുസമൂഹത്തിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് തീരുമാനിക്കേണ്ടത് വിജയിച്ചു വരുന്ന മുന്നണിയുടെ നേതാക്കളും മറ്റുമാണ്. ഒരു സമൂഹത്തിന് ഇതിൻ്റെ ഭാഗമായി വിജയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്ക് ഇവിടെ മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ആകാൻ കഴിയും. പക്ഷേ ഈ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെടുത്തി ഒരു ചർച്ച വരുമ്പോൾ അതിനെന്തോ അപകടമുണ്ട് എന്ന് പറയുമ്പോൾ, ഇത് പറയുമ്പോഴാണ് 5ാം മന്ത്രിയുടെ ഒരു പ്രശ്നം. 5 മന്ത്രിയോ 6 മന്ത്രിയോ ഉണ്ടാകണമെന്ന് ആരാണ് തീരുമാനിക്കേണ്ടത്? ആ മുന്നണിയാണ്, അതിലെ രാഷ്ട്രീയ പാർട്ടികളാണ്. അതിൽ മറ്റ് ആളുകൾ ഇതിൽ ഇടപെട്ട് സംസാരിക്കുന്നതിൻ്റെ അപകടം കേരളത്തിൽ പോലും ശക്തമാകുന്നു എന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഇപ്പോൾ CPIM, കോൺഗ്രസ്, BJP ഈ 3 പാർട്ടികൾ കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായി വേരോട്ടമുള്ള ജനകീയ സ്വഭാവമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മതേതരത്വത്തിന് തെളിവായി നമ്മൾ പല ഉദാഹരണങ്ങൾ പറഞ്ഞു. 2 ഉദാഹരണങ്ങളെങ്കിലും ഒരിക്കൽ കൂടി ശ്രീ മുരുകൻ ഒന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. ഒരു ദളിത് പെൺകുട്ടിയെ അവരുടെ അച്ഛൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു ഘട്ടത്തിൽ പാണക്കാട് കുടുംബവുമായി ഭയങ്കരമായിട്ട് ബന്ധമുണ്ടായിരുന്നവരാണ്. പക്ഷെ അതല്ല, അങ്ങനെ ഒരാളെ ഇപ്പോൾ ജനറലായിട്ട് അവിടെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് സംവരണ സീറ്റില്ല. പക്ഷേ ഒരു സംവരണ സീറ്റിൽ നിന്ന് ജയിച്ചു വന്ന ഒരു പെൺകുട്ടിയെ വൈസ് ചെയർമാനായിട്ട് നിയമിക്കുന്നു, വഹിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഉടനെ തന്നെ വരാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥി കേരളത്തിൽ 2 മുസ്ലിം ലീഗിന്റെ 2 വനിതകൾ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാകുമെന്നുള്ളതാണ് കേൾക്കുന്നത്. അറിയത്തില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പില്ല. അങ്ങനെയാണെങ്കിൽ രാജ്യത്ത് തന്നെ ഒരു വലിയ മാതൃകയായിട്ട് മാറും. അതിൽ ഒരാള് വയനാട് ജില്ലയിൽ നിന്നുള്ള ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരു സ്ത്രീയാണ് ജയന്തി രാജൻ എന്ന ആ സ്ത്രീ. അവർ മത്സരിച്ച് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ലീഗ് ശക്തമായി മത്സരിക്കുന്ന പ്രധാനപ്പെട്ട സീറ്റായിരിക്കും കൊടുക്കുന്നത്. ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് കൊടുത്ത് ജയിച്ച് അസംബ്ലിയിലേക്ക് വരികയാണെങ്കിൽ അതും ചരിത്രത്തിൽ പിറക്കും. അപ്പോൾ ഈ 2 ഉദാഹരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ മതേതരത്വത്തിൻ്റെ ഒരു പാരമ്പര്യം ഒട്ടും ഇതില്ലാതെ അന്നു മുതൽ ഇന്ന് വരെ കീപ്പ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ വസ്തുത കാണാതെയാണ് ഈ വിമർശനങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതുകൊണ്ട് ആ വിമർശനങ്ങൾ താമസിയാതെ കെട്ടടങ്ങും, അല്ലെങ്കിൽ കെട്ടടങ്ങണം എന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്.